ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈസ് കിച്ചൻ. ഇന്ന് നമ്മൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഐസ്ക്രീം. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ മറക്കാതെ പറയണം. അതിനു മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ മറക്കാതെ പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. നമ്മളെപ്പോഴും പാലെടുക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള കുറച്ച് ക്രീം കൂടുതലുള്ള ടൈപ്പ് പാല് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് 3 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് പാലിന് ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നല്ല കുറച്ച് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് 2 കപ്പ് എടുക്കാം. പക്ഷേ ഈ 1.25 കപ്പിലും തന്നെ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഐസ്ക്രീമാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1.25 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഒരു കോഴിമുട്ട വേണം, 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ കുറച്ച് വാനില എസൻസ്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇടാം. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പാല്, 1 കപ്പ് പാല് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ അടിച്ച് ഈ പഞ്ചസാര നന്നായിട്ട് അടിഞ്ഞ് കിട്ടുന്ന വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മുട്ടയും പഞ്ചസാരയും പാലും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് ഈ കോൺഫ്ലവറിലേക്കൊന്ന് ഒഴിച്ചു വെക്കാം. ഒരുപാടൊന്നും വേണ്ട, ആ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് കട്ടയില്ലാതെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി അങ്ങ് വെക്കാം. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിത് സ്റ്റൗവിലോട്ട് വെച്ച് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. നമ്മളിത് കൈ ഇളക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്ത് തന്നെ വേണം ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇളക്കി തിളയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. അന്നേരം ഇത് ഒന്നും കൂടി നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് ആ കോൺഫ്ലവർ ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട്. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, ഒരു പാടുമില്ല. മുട്ടയും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ചൂടാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് പാടെ ചൂടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറെ ഒരു പാടും ഇല്ല ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണെങ്കിലും ഇതിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി അത് നന്നായിട്ട് കലക്കിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഒന്നും കൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി ഇളക്കി ഇത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് ഇങ്ങനെ സ്പൂൺ നമുക്കപ്പോൾ ഒരു കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കോൺഫ്ലവർ നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റും കൂടി ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അത് തിളച്ച് മറിയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തത്. കാരണം അത് നന്നായിട്ടത് ആയാണ് അത് ആ പൊങ്ങി വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. നമ്മൾ
ഇനി നമ്മൾ ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിത് തണുക്കുന്ന വരെ റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ പാട ചൂടി പോകും. പാട ചൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങ് ശരിയാകത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതൊരു ഫാനിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് ചൂടാറുന്ന വരെ നമ്മളിത് ഇളക്കി എടുക്കുക. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇറക്കി വെച്ച് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് ചൂടാറുന്ന വരെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫാനിൻ്റെ അടിയിലോട്ട് വെച്ച് നിന്ന് ചൂടാറി എടുക്കട്ടെ. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കാനായിട്ട്. നമ്മൾ ചൂടോടെ തന്നെ വാനില എസൻസ് ചേർക്കരുത്. ചേർത്ത് കഴിയുമ്പം ആ എസൻസിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ അത് പിരിയാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ വാനില എസൻസ് ചേർക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ ചൂടാറി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, ഒരു 5-6 ഡ്രോപ്സ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അത്രയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലൊഴിച്ച് ഫ്രിഡ്ജിലോട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വലിയൊരു പാത്രം ഞാൻ എടുത്തതാണ്. അതിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് സെറ്റായി കിട്ടും. നമുക്കിത് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഒരു 4-5 മണിക്കൂർ ഒന്ന് സെറ്റായതിന് ശേഷം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചോ, അതല്ലെങ്കിൽ മിക്സിയിലേക്കിട്ടോ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു ഇത് കറക്റ്റായിട്ട് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഇപ്പം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബീറ്ററൊന്നും വെച്ച് ആക്കാതെ തന്നെ നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്താലും വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ തന്നെ നല്ല ഐസ്ക്രീം സ്കൂപ്പർ വെച്ച് തന്നെ നമുക്ക് എടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ഇത് ഒരു കുറച്ച് ഇങ്ങനെ ഒരു സെറ്റായി വന്ന് തുടങ്ങിയ ഒരു സ്റ്റേജാണ്. ഈ സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മളൊരു 8 മണിക്കൂറോളം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡിയായി കിട്ടും. അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം 1 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഒരു ഹൈ സ്പീഡിലുമായിട്ടാണ് ബീറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 8 മണിക്കൂറെങ്കിലും, ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, നമുക്ക് വെച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോയി അത് നല്ല ഒരേ ലെവലിലായി കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഐസ്ക്രീമും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് ആ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനെന്നുവെച്ചാൽ നമ്മളിത് ഇതായി വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ക്രിസ്റ്റൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തരി പോലെ വരും. ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാമെങ്കിൽ അങ്ങനെ ആ ക്രിസ്റ്റൽ ഇത് വരാതെ ഇരിക്കും. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കാം. 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ വെച്ച് നന്നായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഒരു ഫുൾ നൈറ്റ് വെച്ചിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് വെക്കുമ്പോൾ ഇത് കണ്ട ഐസ്ക്രീമിൻ്റെ മുകളിലൊന്നും ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഇത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കുന്ന ഐസ്ക്രീം ഒന്നും നമുക്ക് വേണം തോന്നില്ല. നമ്മൾ പിന്നെ ഈ ഐസ്ക്രീം ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്കൊന്ന് കുറച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്.